ഇന്നലെ വൈകുന്നേരം എല്ലാ ചാനലുകളിലും നിറഞ്ഞു നിന്നത് മോഹൻലാലും അതോടൊപ്പം തന്നെ പിണറായി വിജയനുമാണ്. തെരഞ്ഞെടുപ്പ് കാലമാണ് വരുന്നത്. അദ്ദേഹം ചിരിക്കുകയാണ്, പാടുകയാണ്. എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത്? വളരെ രസകരമായ സംഭവങ്ങളാണ് നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ കാണാനുള്ളത് എന്നാണ് അത് മനസ്സിലാവുന്നത്. അതായത് എല്ലാ കാലത്തും മുഖത്ത് ഒരു ഗൗരവം കൊണ്ട് നടക്കുന്ന, ചില അവസരങ്ങളിൽ ആ ഗൗരവം ധാർഷ്ട്യമായിട്ടും പുച്ഛമായിട്ടുമൊക്കെ മാറുന്ന പല അവസരങ്ങളിൽ കേരളത്തിലെ ജനങ്ങൾ കണ്ടിട്ടുണ്ട്. ആ മുഖത്തു നിന്നും ഈ പറഞ്ഞുള്ള ചിരി, പൊട്ടിച്ചിരി, ആ പൊട്ടിച്ചിരിയുടെ പിന്നിലും ഒരു അഭിനയമുണ്ടോ എന്ന് ചെറിയ സംശയമുണ്ട്. നമ്മളെല്ലാവരും പൊട്ടിച്ചിരിക്കുന്നവരാണ്. പക്ഷെ പലപ്പോഴും ആ ചിരി എന്ന് പറയുന്നത് നിഷ്കളങ്കമായിട്ടായിരിക്കും ചിരിക്കുക. പക്ഷെ എനിക്ക് അദ്ദേഹത്തിൻ്റെ ചിരിയും സംഭവം കണ്ടപ്പോൾ അതിൻ്റെ പിന്നിൽ ചെറിയ അഭിനയമുണ്ടോ എന്ന് സംശയിക്കായിരുന്നില്ല. അപ്പോൾ ഒരു പ്രിയപ്പെട്ടവനും ഒരു വെറുക്കപ്പെട്ടവനും തമ്മിലുള്ള അഭിമുഖം എന്ന് വേണമെങ്കിൽ നമുക്ക് തന്നെ വിശേഷിപ്പിക്കാം. കേരളത്തിൻ്റെ പരിപ്രേക്ഷ്യത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ഭരണത്തിലിരിക്കുന്ന മുഖ്യമന്ത്രി ഭരണത്തിൻ്റെ ഒടുവിൽ വീണ്ടും ഒരിക്കൽ കൂടി ഭരിക്കണം എന്ന് ആഗ്രഹിച്ച് അല്ലെങ്കിൽ അതിന് പ്രതീക്ഷ അർപ്പിച്ച് നിൽക്കുന്ന ഒരു സർക്കാരിനെ നയിക്കുന്ന ആളാണ് ശ്രീ പിണറായി വിജയൻ. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് നിലവിൽ ഉള്ള ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കേണ്ടതുണ്ട്. അതിന് പല മാർഗങ്ങൾ സ്വീകരിക്കും. നമുക്കറിയാം, ഈ ഇടത് പക്ഷത്തെ ബുദ്ധിജീവികൾ എല്ലാ കാലത്തും നരേന്ദ്രമോദിക്കെതിരെ ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് PR വർക്ക് കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഇമേജാണ് നരേന്ദ്രമോദിക്കെന്ന് എപ്പോഴും ഒരു ആക്ഷേപിക്കാറുണ്ട്. പക്ഷേ നമ്മൾ കാണുന്നത് രണ്ടാം പിണറായി സർക്കാർ, ഒന്നാം പിണറായി സർക്കാർ അത്ര ഇല്ലായിരുന്നെങ്കിലും രണ്ടാം പിണറായി സർക്കാർ ആയപ്പോഴേക്കും ഈ PR വർക്ക് അതിൻ്റെ മൂർധന്യത്തിലെത്തി എന്നുള്ളതാണ്. അതായത് എന്ത് വീഴ്ച സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായാലും അതിനെ മറയ്ക്കാനായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിലുള്ളൊരു PR വർക്കുമായിട്ട് രംഗത്തിറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മോഹൻലാലുമായിട്ടുള്ള ഈ അഭിമുഖം പറയുന്നത്. അതിനെത്ര കോടികൾ ചിലവാക്കി എന്നുള്ളത് അത് നികുതി പണമായിരിക്കും. എത്ര കോടി പോയി എന്നുള്ളത് നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റുള്ളൂ എന്താണ് സംഭവിച്ചത്. പക്ഷേ ഈ ഇൻ്റർവ്യൂ നൽകുന്ന ചില സന്ദേശങ്ങളുണ്ട്, കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്ന ചില സന്ദേശമുണ്ട്. അതിൽ ഒന്ന് എന്ന് പറയുന്നത്, പിണറായി വിജയൻ ഈ ഇൻ്റർവ്യൂവിൽ പറയുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം ആത്മാർത്ഥമാണ് പറയുന്നത് എങ്കിൽ നമുക്ക് അദ്ദേഹത്തോട് ബഹുമാനം തോന്നേണ്ടതുണ്ട്. ഇനി അതല്ല, അദ്ദേഹം ഈ PR വർക്കിൻ്റെ ഭാഗമായിട്ട് സ്ക്രിപ്റ്റ് ചെയ്ത് ആ സ്ക്രിപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അഭിമുഖം നടത്തിയിട്ടുള്ളത് എങ്കിൽ അത് ഒരിക്കൽ കൂടി കേരള ജനതയെ വഞ്ചിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. അപ്പോൾ അതിൽ ചില പ്രസക്തമായ ചില ശ്രീതു കേട്ടിട്ടുണ്ടല്ലോ, വളരെ പ്രസക്തമായ ചില സംഭവങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഹൈന്ദവ ആചാരങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ ഹൈന്ദവ രീതിയിൽ അദ്ദേഹം ചെറുപ്പകാലത്ത് ജീവിച്ചു എന്ന് പറയുന്ന ഒരു പരാമർശം. നമ്മൾ അറിയാവുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ ഹൈന്ദവ വിരോധിയാണ്. കാരണം 2019 അയ്യപ്പ സംഗമത്തിന് ശേഷം ഉണ്ടായ മാറ്റമായിരിക്കുമോ? അല്ല, അയ്യപ്പ സംഗമത്തിന് ശേഷം മാറ്റമാണോ അതോ അടുത്ത ശരണം വിളിക്കുന്നു, ഉപനിഷത്തുകൾ പറയുന്നു, ഇതിലും പറഞ്ഞിട്ടുണ്ട്. അതെ, ഉപനിഷത്തെ കുറിച്ച് പറയുന്നു. അല്ല, ഇനി ഈ പറഞ്ഞതുപോലെ ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള വോട്ട് ശേഖരിക്കുന്ന തന്ത്രമാണെന്നും അറിയില്ല. അപ്പോൾ ഈ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് ചെറുപ്പത്തിൽ രാമായണം, മഹാഭാരതം, അതുപോലെ കൃഷ്ണപ്പാട്ടുകൾ, ഈ വക പുസ്തകങ്ങൾ, ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുണ്ട്. ആ വായിച്ച ഈ ഗ്രന്ഥങ്ങളൊക്കെ, അതിലെ കഥകൾ അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് അദ്ദേഹം പറഞ്ഞു കൊടുക്കുമായിരുന്നു എന്നാണ് പിണറായി വിജയൻ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് തൊടാതെ വിഴുങ്ങാനായിട്ട് അത്രയും മണ്ടന്മാരല്ല മലയാളികൾ. അദ്ദേഹം വായിച്ചിട്ടുണ്ടാവാം, നമ്മളതൊന്നും ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ അതിൻ്റെ രണ്ടാം ഭാഗത്തിൽ അദ്ദേഹം പറയുന്നത് അതിൽ ചില അംശങ്ങൾ അദ്ദേഹത്തെ സ്വാധീനിച്ചു. അതായത് സന്യാസ ജീവിതത്തിലേക്ക് പോകുന്ന തരത്തിൽ പിണറായി വിജയനെ രാമായണവും മഹാഭാരതവും സ്വാധീനിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അവിടെയാണ് ഈ സ്ക്രിപ്റ്റിൻ്റെ ഒരു പ്രശ്നം. കാരണം നമുക്കറിയാം, ഈ രണ്ട് പലതവണ മോഹൻലാൽ എടുത്ത് ചോദിക്കുന്നുണ്ട്. അതെ, അത് തന്നെ പുള്ളിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തള്ളാണെന്ന് പൊതുവേ പിണറായി വിജയൻ തള്ളിൻ്റെ ആളാണെന്നാണ് കേരളീയർ ആക്ഷേപിക്കുന്നത്. അപ്പോൾ മോഹൻലാലിന് തോന്നിയിട്ടുണ്ടാവാം ഇതൊരു തരം തള്ളാണ്, അതുകൊണ്ടായിരിക്കാം ഉറപ്പിക്കേണ്ട അദ്ദേഹം എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രാമായണം, മഹാഭാരതം മുതലായ ഗീത മുതലായ നമ്മുടെ
പ്രാചീന ഗ്രന്ഥങ്ങൾ, നമ്മുടെ മഹത്തായ ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുന്നവർ എല്ലാവരും സന്യാസിമാരായി പോകുന്നതെന്നുള്ള എന്നെ സംബന്ധിച്ച് പുതിയൊരു അറിവാണ്. അല്ലെങ്കിൽ സന്യാസിനെ നയിക്കുന്ന എന്തെങ്കിലും എലമെൻ്റ് അതിലുണ്ടോ എന്നും എനിക്കല്ല. കാര്യം ഞാനിതൊക്കെ വായിച്ചിട്ടുള്ളതാണ്. അത്തരത്തിലല്ല, നമുക്ക് നല്ല ജീവിത വീക്ഷണവും ധർമ്മബോധവും തരുന്നതാണ് ഈ ഗ്രന്ഥങ്ങളൊക്കെ. എങ്ങനെയായിരിക്കണം ഒരു ധാർമ്മികനായ മനുഷ്യൻ ജീവിക്കേണ്ടത്, രാജ്യസ്നേഹത്തോടു കൂടി, പിന്നെ കുടുംബം നോക്കി നന്നായി കർമ്മം ചെയ്ത് ദുഷ്കർമ്മങ്ങളൊന്നും ചെയ്യാതെ ജീവിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാം ഒരു സാരം എന്ന് നമുക്ക് പറയാൻ കഴിയുക. അതായത് ധാർമ്മികമായുള്ള ജീവിതം നയിക്കുക എന്നുള്ളതാണ്. അതിനപ്പുറം സന്യാസത്തിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ സന്യാസം ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും എലമെൻ്റ് അതിലുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധമാണ്. പക്ഷേ പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒരു സാധനം ഇല്ല എന്നാണ് മനസ്സിലാവുന്നത്. പക്ഷേ ഇദ്ദേഹത്തിന് തോന്നിയെന്ന് പറഞ്ഞാൽ സന്യാസത്തിലേക്ക് പോകാനുള്ള ചില അംശങ്ങൾ തോന്നിയതാണ്. അങ്ങനെയാണ് എങ്കിൽ പിണറായി വിജയനെ ഈ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചിട്ട് അതിൻ്റെ ചില സാരാംശങ്ങൾ ഇദ്ദേഹത്തെ സ്വാധീനിച്ചുവെങ്കിൽ ആ സ്വാധീനം ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും അദ്ദേഹം കാണിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. കാരണം ഈ ചെറുപ്പകാലത്തിന് ശേഷം അദ്ദേഹം പിന്നെന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വരുന്നു. അവിടെ വന്നിട്ട് അദ്ദേഹം ഈ പറഞ്ഞ പോലെ വാടിക്കൽ രാമകൃഷ്ണൻ്റെ കൊലപാതക കേസിൽ പ്രതിയാണ് എന്നുള്ള ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇത് ഇവിടുന്ന് പഠിച്ചിട്ട് അല്ലെങ്കിൽ ഇത് ഉൾക്കൊണ്ടിട്ടാണോ ഈ കാര്യങ്ങൾ ചെയ്തതെന്നറിയില്ല. പിന്നീട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ എങ്ങും ഈ പറഞ്ഞ രണ്ട് ഗ്രന്ഥത്തിൻ്റെയും നന്മകളൊന്നും ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഏറ്റവും ഒടുവിൽ 2019 ഈ പറഞ്ഞ ഗ്രന്ഥങ്ങൾ വായിച്ചതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഗുണം അദ്ദേഹത്തിനുണ്ടായിരുന്നുവെങ്കിൽ ഈ തേവിടിശികളെ ശബരിമലയ്ക്കകത്ത് കയറ്റാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിക്കില്ലായിരുന്നു. അപ്പോൾ കേരള പോലീസിൻ്റെ ഈ പറഞ്ഞ പോലെ എല്ലാ സൗകര്യത്തോടെയും സുരക്ഷയോടും കൂടി അവിടുത്തെ ആചാരം ലംഘിക്കാനും ശബരിമലയെ ഇല്ലാതാക്കാനും ശ്രമിച്ച ആളും കൂടിയാണ് ഇദ്ദേഹം. അതിനുശേഷം ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കളായാലും ഈ പിണറായി അടക്കമുള്ളവർ ഈ മഹാഭാരതത്തെയും അതോടൊപ്പം തന്നെ രാമായണത്തെക്കുറിച്ചും ഒരു അക്ഷരം പോലും മിണ്ടാത്ത കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തുകൊണ്ട് തുറന്നു പറയാൻ അവർ തയ്യാറാകുന്നു? ഈ നമ്മുടെ കെ ശൈലജ ഓർമ്മയുണ്ടല്ലോ, കെ ശൈലജയുടെ ഈ രാമായണത്തെക്കുറിച്ച് ചില സ്റ്റേറ്റ്മെൻറ്റുകൾ വളരെ പ്രസിദ്ധമാണ്. അവർ പറഞ്ഞത് നമ്മുടെ ഈ കർക്കിടക മാസത്തിൽ രാമായണ മാസം ആചരിക്കുമല്ലോ കേരളത്തിൽ. എല്ലാ വീടുകളിലും രാമായണ പാരായണവും ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ടാവും. പിന്നെ നാലമ്പല ദർശനം മുതലായ കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് ആ സമയത്ത്. അവരന്ന് പറഞ്ഞിരുന്നത് എന്താണ്, ഇത് RSSൻ്റെ അജണ്ട എന്നാണ് ശൈലജ പറഞ്ഞത്. അപ്പോൾ രാമായണം RSSൻ്റെ അജണ്ടയാണ്. രാമായണം എഴുതിയ വാൽമീകി RSSകാരനാണ്, പിന്നെ എഴുത്തച്ഛൻ RSSകാരനാണെന്നൊക്കെയാണ് ശൈലജ പറയുന്നത്. അതേ ശൈലജയുടെ മുഖ്യമന്ത്രിയാണ് പറയുന്നത് എന്നെ രാമായണവും മഹാഭാരതവും സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഈ വൈജാത്യം ഉണ്ടല്ലോ, ഈ രണ്ട് നേതാക്കൾ തമ്മിൽ പറയുന്ന ഒരു വൈജാത്യം, ഇതിലെങ്കിലും ഒന്ന് സത്യമായിരിക്കണം, ഒന്ന് കളവായിരിക്കണം. സാധാരണഗതിയിൽ നമുക്ക് അത് നമുക്കറിയാമല്ലോ, രണ്ടുപേരും രണ്ട് ധ്രുവത്തിലാണെന്ന് പലപ്പോഴും വാർത്തകൾ. അതെ, രണ്ട് ധ്രുവത്തിലാണ് പലപ്പോഴും നിൽക്കുന്നത്. പക്ഷേ എനിക്കിഷ്ടം കെ ശൈലജ പറഞ്ഞാണ് ശരി എന്ന് ശരിക്കും എനിക്കിഷ്ടം. കാര്യം അവർ പാർട്ടിയുടെ ലൈൻ വെച്ചിട്ട് കൃത്യമായിട്ട് പറഞ്ഞു ഇതെല്ലാം RSS അജണ്ടയാണ്, എന്തായാലും അല്ല RSS ആണ്, നാട്ടിലെ ദൈവങ്ങൾ പോലും RSSകാരാണെന്ന് അവർ പറയാത്ത ഭാഗ്യമായി. പക്ഷേ ഇദ്ദേഹം പറയുന്നത് അദ്ദേഹത്തെ സ്വാധീനിച്ചു. അപ്പോൾ ഇത് സ്ക്രിപ്റ്റാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് സമയം കളവാണ്. ഇനി അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ അതിനെ ആ സ്വാധീനം കൊണ്ട് അദ്ദേഹത്തിന് എവിടെയെങ്കിലും നന്മ ജീവിതത്തിലുണ്ടായെങ്കിൽ നല്ല കാര്യം. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാം. നമ്മുടെ പ്രധാനമന്ത്രി ഈ പറഞ്ഞതുപോലെ ഭയങ്കര വിശ്വാസിയാണ്, എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഹിമാലയത്തിൽ പോയി ധ്യാനത്തിലിരിക്കുന്നത്, അതുപോലെ ഗംഗയിലിറങ്ങി കുളിക്കുന്നത്, മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ പോയി നമസ്കരിക്കുന്നത്, ദണ്ഡനമസ്കാരം ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ സമയത്തെല്ലാം പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞത്, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പോയി ഇങ്ങനെയൊക്കെ സംഭവം ചെയ്യുന്നു, അത് ഈ പറഞ്ഞതുപോലെ യോജിച്ചതല്ല, പ്രധാനമന്ത്രി യോജിച്ചതല്ല എന്ന് കളിയാക്കിയ മനുഷ്യൻ തന്നെയാണ് ഇപ്പോൾ പറയുന്നത് രാമായണവും മഹാഭാരതം എന്നെ സ്വാധീനിച്ചത്. അപ്പോൾ ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ സത്യത്തിൻ്റെ അംശം വളരെ കുറവാണ്. കാരണം അദ്ദേഹം ഈ മൂന്നാമത്തെ ഭരണത്തിലേക്ക് വരാൻ വേണ്ടി നടന്ന ശ്രമത്തിൻ്റെ ഭാഗമായി ഹിന്ദുക്കളെ, അതായത് പിണങ്ങി നിൽക്കുന്ന ഹിന്ദുക്കളെ കുറച്ച് അടുപ്പിക്കാനുള്ള ഒരു ശ്രമമായിട്ട് വേണം നമ്മളതിനെ കാണാൻ. തുടർന്ന് ഈ ഇൻ്റർവ്യൂവിന് ശേഷം ഇനി വരുന്നെങ്കിൽ നോക്കിയുള്ളൂ, തുടർന്ന ദിവസങ്ങളിൽ നേതാക്കളെല്ലാം ഇനി രാമായണത്തെക്കുറിച്ചും മഹാഭാരതത്തെക്കുറിച്ചും പ്രസംഗിക്കും. സംശയമൊന്നും വേണ്ട. കാരണം മുഖ്യമന്ത്രി ഒരു ക്യാപ്സ്യൂൾ ഇട്ടുകൊടുത്തു കഴിഞ്ഞു, ഞാൻ ചെറുപ്പകാലത്തിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന്. ഈ ക്യാപ്സ്യൂൾ പിടിച്ചുകൊണ്ട് ഇവരിനി ഈ പറഞ്ഞതുപോലെ ഇത്തരം പ്രസ്താവനയും മുമ്പോട്ട് വരും. മുഖ്യമന്ത്രി മാത്രമല്ല നമ്മളും വായിക്കാറുണ്ട്, നമ്മളും കഥ പറഞ്ഞു കൊടുക്കാറുണ്ട്. വേണമെങ്കിൽ രാമായണ മഹോത്സവം വരെ ചിലപ്പോൾ ഇവർ നടത്തിയേക്കും. എന്തായാലും കർക്കിടകത്തിന് മുമ്പ് നടക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. ഇല്ലെങ്കിൽ രാമായണ മാസാചരണം DFA നേതൃത്വത്തിലും മറ്റ് സംഘടനയുടെ പേരിൽ നടക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവും. എന്തായാലും ഈ അഭിമുഖം സ്വാഭാവികമായിട്ടും
വേറെ ഒരുപാട് പേരുണ്ട് അഭിമുഖം നടത്താൻ ഇദ്ദേഹത്തിൻ്റെ. പക്ഷേ മോഹൻലാലിനെ പിടിക്കാനുള്ള കാരണം എന്താ? അദ്ദേഹത്തിനുള്ള ഒരു ജനപിന്തുണയുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ഫാൻസ് ബേസ് ഉണ്ട് കേരളത്തിൽ. ആ ഫാൻസിനെ അവരുടെ ബലത്തിൽ ഇതിനെ കുറച്ച് പ്രചാരമാക്കുക എന്നുള്ള മാത്രമേ അതിൻ്റെ പിന്നിലുള്ളൂ. അതായത് എന്താണ് പറയുക, ഫേസ് സേവിങ് എന്ന് പറയുന്നത്, മുഖം രക്ഷിക്കൽ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇമേജ് ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു തട്ടിക്കൂട്ട് പരിപാടി മാത്രമാണ് ഇത്. ഇതിലൊന്നും ഈ പറയുന്നതിൽ ഒരു ആത്മാർത്ഥത ഇല്ല എന്നാണ് നമുക്കതിൽ കണ്ടാൽ, സൂക്ഷ്മമായിട്ട് കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.